വംശീ വിഭൂഷിതകരാൽ നവനീരദാവാൽ പീതാംബരാൽ അരുണബിംബബലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത്പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം ത്രയോവിംശോധ്യായ 23-ാമത്തെ അധ്യായം. വിപ്രപത്നി അനുഗ്രഹം എന്നാണ് അധ്യായത്തിൻ്റെ പേര്. ഗോപാ ഊചു രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ടനിവർഹണ ഏഷാ വൈ ബാധതേച്ഛുന്ന തച്ഛാന്തിം കർത്തുമർഹത. കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, വൃന്ദാവനത്തിൽ പശുക്കളെയും വെച്ച് അങ്ങനെ നടക്കുന്ന ഇത് ഉച്ചയായപ്പോഴേക്കും ഗോപക്കുട്ടികൾക്ക് എല്ലാവർക്കും വല്ലാണ്ട്, ഗോപന്മാർക്ക് എല്ലാവർക്കും വല്ലാണ്ട് ബേസിക്കുന്നു. അവർ രാമകൃഷ്ണന്മാരോട് ചെന്നിട്ട് ഇതിൽ തങ്ങൾക്ക് വല്ലാണ്ട് ബേസിക്കണു എന്ന് പറയാൻ തുടങ്ങിയതാണ്. അതാണ് മഹാവീര ഹേ രാമ രാമ, മഹാവീര്യവാനായിട്ടുള്ള അല്ലയോ ബലരാമ, ദുഷ്ടനിബർഹണ, ദുഷ്ടരെ നിലയ്ക്ക് നിർത്തുന്ന ഹേ കൃഷ്ണ, ഏഷാക്ഷു ഈ വിശപ്പ് ന ഞങ്ങളെ ബാധതേ വൈ അല്ലാണ്ട് ബാധിച്ചിരിക്കുകയാണ്. തത് ശാന്തിം കർത്തും അർഹത, ഭവാന്മാർ അതിനുള്ള ശമനം അതിനുള്ള എന്തെങ്കിലും മാർഗം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ രാമകൃഷ്ണന്മാരുടെ അടുത്ത് ചെന്നത്. ശ്രീശുവാച ഇതി വിജ്ഞാപിതോ ഗോവൈർ ഭഗവാൻ ദേവകീസുത ഭക്തായ വിപ്രഭാര്യായ ശ്രീശുബ്രഹ്മണ്യ പറയുകയാണ്, ഇതി ഗോവൈ വിജ്ഞാപിത, ഇപ്രകാരം ഗോപന്മാരാൽ അറിയിക്കപ്പെട്ട ഭഗവാൻ ദേവകീസുത, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭക്തായ വിപ്രഭാര്യായ തൻ്റെ ഭക്തകളായ വിപ്രപത്നിമാരുടെ നേർക്ക് പ്രസാദിക്കുവാനായിട്ട് ഇതം അബ്രവീ ഇപ്രകാരം പറഞ്ഞു. ഇവിടെ വിപ്രഭാര്യായ ഭക്തായ വിപ്രഭാര്യായ അത് ഏകവചനാണ്. യഥാർത്ഥത്തിൽ വിപ്രഭാര്യ അനവധി വിപ്രപത്നിമാരുണ്ട്, അനവധി ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ വിപ്രപത്നിമാരുണ്ട്. ഇവിടെ അതിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഭക്തായ വിപ്രഭാര്യായ എന്നുള്ളത് ഒരു വിപ്രപത്നിയുടെ നേർക്ക് പ്രസാദിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പ്രയാതദേവയജനം ബ്രാഹ്മണ ബ്രഹ്മവാദിന സത്രമാംഗിരസന്നാമ യാസതേ സ്വർഗകാമ്യയാ. ബ്രഹ്മവാദിന ബ്രാഹ്മണ സ്വർഗകാമ്യയാ ആംഗിരസം നാമ സത്രം ആസദേഹി. ഇവിടെ ഈ വനത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഗ്രാമത്തിൽ ബ്രാഹ്മണന്മാരെങ്ങനെയാണ് വേദവാദികളായിട്ടുള്ള ബ്രാഹ്മണന്മാരെ സ്വർഗപ്രാപ്തി ലക്ഷ്യമാക്കിക്കൊണ്ട് ആംഗിരസം എന്ന പേരായിട്ടുള്ള ഒരു സത്രയജ്ഞം നടത്തി വരുന്നുണ്ട്. അവരുടെ യാഗശാലയിലേക്ക് നിങ്ങൾ പോയാലും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. തത്ര ഗത്വോദനം ഗോവ യാജദാസ്മത് വിസർജിത കീർത്തയന്തോ ഭഗവത ആര്യസ്യ മമ ചാവിധം. ഈ ഗോപന്മാരെ അവിടെ ചെന്ന് തത്ര ഗത്വ നിങ്ങൾ ഭഗവത ആര്യസ്യ ഭഗവാനായ ജ്യേഷ്ഠൻ്റെയും മമ ച അഭിധാം എൻ്റെ ഈ നാമം കീർത്തയന്ത പറഞ്ഞുകൊണ്ട് അസ്മൽ വിസർജിത ഞങ്ങളെ പറഞ്ഞേക്കപ്പെട്ടവരാണെന്ന് അറിയിച്ച് ഓദനം യാചത നിങ്ങൾ അവിടെ ചെന്ന് അവരോട് ആഹാരം ചോദിക്കുവിൻ എന്നാണ് ഭഗവാൻ പറഞ്ഞു വിട്ടത്. ഇത്യാദിഷ്ടാ ഭഗവത ഗത്വായാചന്തേ തഥാ കൃതാഞ്ജലിപുടാ വിപ്രൻ ദണ്ഡവൽ പതിതാവുവി. ഇങ്ങനെ ഭഗവതാ ആദിഷ്ട ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ട അവര് അവർ ചെന്നിട്ട് കൃതാഞ്ജലിപുട ഭൂവി ദണ്ഡവൽ പതിത കൂപ്പുകൈകളോടെ നിലത്ത് വീണ് ദണ്ഡ നമസ്കാരം ചെയ്ത് വിപ്രാൻ തഥാ അയാചന്ത അതേ വിധത്തിൽ ഭഗവാൻ പറഞ്ഞ മാതിരി ആ ബ്രാഹ്മണനോട് യാചിച്ചു. എങ്ങനെ? ഹേ ഭൂമി ദേവാശൃണുത കൃഷ്ണസ്യാദേശകാരിണ പ്രാപ്താഞ്ജാനീതഭദ്രം വോ ഗോപന്നോ രാമചോദിതൻ. ഹേ ഭൂമിദേവ, അല്ലയോ ഭൂമിയിലെ ദേവന്മാരായുള്ള ബ്രാഹ്മണരെ, ശൃണുത ഭവാന്മാർ ഇത് കേട്ടാലും ഭദ്രം ഭവാന്മാർക്ക് നന്മ വരട്ടെ. ന
കൃഷ്ണസ്യ ആദേശകാരിണ രാമജ്യോതിതാൻ പ്രാപ്താൻ, ഞങ്ങളെ എല്ലാവരെയും ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആജ്ഞാകാരികളായും ബലരാമന പറഞ്ഞയക്കപ്പെട്ടവരായുള്ള ഇവിടെ വന്നെത്തിയ ഗോപന്മാരെ ഇന്ന് ജാനീത അറിഞ്ഞുകൊള്ളൂ. ഞങ്ങളെല്ലാം രാമകൃഷ്ണന്മാരെ പറഞ്ഞയച്ചിട്ട് വന്നതാണ്, അവരുടെ ആ അപേക്ഷ കൊണ്ട് വന്നതാണെന്ന് പറയുകയാണ്, ആജ്ഞാകാരികളായിട്ട് വന്നതാണ്. ഗാശ്ചാരയന്താവീത വിദൂര ഓദനം രാമച്യുതൗ വോ ലഷതോ ബുദ്ധിതൗ തയോർഭിരാ ഓദനമർത്ഥിനോർ യതി ശ്രദ്ധാചവോ യച്ഛത ധർമ്മവിത്തമാ. ധർമ്മവിത്തമാ ദ്വിജ, അല്ലയോ ധർമ്മജ്ഞന്മാര്, ഉത്തമരായിട്ട് ബ്രാഹ്മണരെ അവിദൂരെ ഗാചാരയന്തൗ, അധികം അകലത്തല്ലാത്ത ഒരിടത്ത് പൈക്കളെ വെച്ചുകൊണ്ടിരിക്കെ ഭൂക്ഷിതൗ, വിശന്നവരായ രാമാച്യുതൗ, രാമനും കൃഷ്ണനും ഓദരം, ഭവാന്മാരുടെ അന്നത്തെ ലഷത ആഗ്രഹിച്ചു കഴിയുന്നു. ഭവാന്മാരുടെ വശം ഓദനം ശ്രദ്ധാച, ആഹാര സാധനങ്ങളും അത് കൊടുക്കാനുള്ള ശ്രദ്ധയും യതി ഉണ്ടെങ്കിൽ അർത്ഥിനോ തയോ, യാചകരായ അവരിരുവർക്കും യച്ഛത നൽകിയാലും. ദീക്ഷായ പശു സംസ്ഥായ സൗത്രാമണ്യാശ്ച സത്തമാ അന്യത്ര ദീക്ഷിതസ്യാപി നാണ്യമസ്നന്തി ദുഷ്യതി. ഹേ സത്തമ, ഇത്രയോട് പറയേണ്ട അല്ലയോ യോഗ്യരായിട്ടുള്ളവരെ, ദീക്ഷായ പശു സംസ്ഥായ, അതായത് ദീക്ഷ, ഈ യജ്ഞത്തിൻ്റെ ദീക്ഷ ആരംഭിച്ചത് തൊട്ട് പശുവാലംബനം കഴിയും വരേക്കും സൗത്രാമണ്യ ച, സൗത്രാമണി എന്ന യജ്ഞത്തിലും അല്ലാതെ അന്യത്ര മറ്റുള്ളവയിലൊന്നും ദീക്ഷിതസ്യ അന്നം, ദീക്ഷ എടുത്തവൻ്റെ അന്നത്തെ അശ്നൻ അഭി ഭക്ഷിക്കുന്നതായാൽ പോലും ന ദുഷ്യതി, ദോഷം വരുന്നതേ ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അതായത് ഭവാന്മാർ യജ്ഞദീക്ഷ കൈക്കൊണ്ടവരായാൽ ഭവാന്മാരുടെ അന്നം ഭക്ഷിക്കാമോ എന്ന് സംശയിക്കേണ്ട. കാരണം പശുവാലംബത്തിന് മുമ്പും സൗത്രാമണി എന്ന യജ്ഞത്തിന് മാത്രമേ ഈ ദീക്ഷിതാന്നം ഭക്ഷിക്കാൻ പാടില്ലാത്തുള്ളൂ. അതുകൊണ്ട് നൽകാൻ വിരോധമില്ല എന്ന് ആ തത്വം കൂടി പറഞ്ഞു കൊടുക്കും. ഇവിടെ സൗത്രാമണി എന്ന യജ്ഞമല്ല, സത്രാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. പശുവാലംബനം കഴിയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അന്നം അഭക്ഷ്യമല്ല, യജ്ഞശിഷ്ടം പാപകരാണെന്ന് ഗീതയിലുണ്ടല്ലോ. പക്ഷേ യജ്ഞശിഷ്ട ആചിനസന്തോ മുച്യന്തേ ശൽവകിൽ വിഷയ എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് യജ്ഞങ്ങളുടെ ശിഷ്ടം കഴിക്കുക എന്നുള്ളത് അതിൻ്റെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നുള്ളതായിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ യാചിക്കും കൂടി ചെയ്യണത്. ഇതിതേ ഭഗവാൻ യാജ്ഞം ഭഗവൽ യാജ്ഞം ശൃണ്വന്തോപി ന ശുശ്രുവു ക്ഷുദ്രാശാ ഭൂരികർമാണോ ബാലിശാ വൃദ്ധമാനിന. ക്ഷുദ്രാശ, ആരെ ഈ ബ്രാഹ്മണരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹങ്ങൾ, അവർക്ക് സ്വർഗകാമന്മാരായിട്ടാണ് അവർ യജ്ഞം നടത്തുന്നത്. എന്നാലോ ഭൂരികർമ്മ, ബൃഹത്തായ കാര്യങ്ങളിൽ അങ്ങനെ മുഴുകി വ്യാപൃതരായിട്ടിരിക്കുകയാണ് ഈ നിസ്സാരമായിട്ടുള്ള ആഗ്രഹം വെച്ചിട്ട്. ബാലിശ, അങ്ങനെയാണ് ബുദ്ധിഹീനന്മാരാണ് അവർ സ്വതേ തന്നെ. എന്നാലോ വൃദ്ധമാനിന, തങ്ങൾ വലിയ ജ്ഞാനവൃദ്ധന്മാരാണെന്ന് അഭിനയിക്കുന്നവരായിട്ട് അവർ ഇതി ഭഗവത്യാജ്ഞാം ശൃണ്വന്ത അഭി, ഇപ്രകാരമുള്ള ഭഗവാന്റെ യാതനയെ കേട്ടിട്ടും ന ശുശ്രുവു, കേട്ടതായി നടിച്ചില്ല. ദേശകാല പൃഥഗ്ദ്രവ്യം മന്ത്രതത്രദ്വിയോഗ്നയ ദേവതാ യജമാനശ്ച ക്രതുർധർമ്മശ്ച യന്മയാ തം ബ്രഹ്മപരമം സാക്ഷാൽ ഭഗവന്തമധോക്ഷജം മനുഷ്യദൃഷ്ടാ ദുഷ്പ്രജ്ഞാ മർത്യാത്മാനോ നമീനിരേ. ആലോചിച്ച് നോക്കൂ അവരുടെ ആ മൗഢ്യം എന്താണ്. ദേശകാല പൃഥഗ്ദ്രവ്യം, ദേശം കാലം പ്രത്യേകമായിട്ടുള്ള യാഗദ്രവ്യങ്ങൾ, മന്ത്ര തന്ത്ര ഋത്വിജ മന്ത്രങ്ങൾ, പ്രയോഗങ്ങൾ, ഋത്വിക്കുകൾ, ഇതെല്ലാം അതുമാതിരി അഗ്നികൾ, ദേവതകൾ, യജ്ഞകർത്താവ്, ഒപ്പം തന്നെ യജ്ഞം, ധർമ്മം എല്ലാം യാതൊരാളുടെ സ്വരൂപഭേദങ്ങളാണോ തം ആ പരമ ബ്രഹ്മസ്വരൂപിയും അധോക്ഷജം ഇന്ദ്രിയജ്ഞാനത്തിന് വിഷയീഭൂതനല്ലാത്തവനുമായ സാക്ഷാൽ ഭഗവാനെ മർത്യാത്മ നശിക്കുന്ന ശരീരത്തിൽ അഭിമാനം പൂണ്ടവരായിട്ടുള്ള അവര് ദുർബുദ്ധികളായിട്ട് തീർന്നിട്ട് മനുഷ്യദൃഷ്ടിയ ഭഗവാനെ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള ഭാവത്തിൽ അല്ലാണ്ട് ആ ഈശ്വരൻ എന്നുള്ളതിൽ കാണാതെ എന്ത് ചെയ്തു, ചിന്തിച്ചതേ ഇല്ല. ഭഗവാന്റെ സാധാരണ മനുഷ്യമെന്ന് യാചിച്ചു, അവരുകൊണ്ട് അവർ യാചിച്ചതായിട്ട് കേട്ടതേ ഇല്ല എന്നാണ്. നതേയതോം ഇരി പ്രോചു നേവി ച പരന്തവ
ഗോപാനിരാശാ പ്രത്യേത്യ തഥോജു കൃഷ്ണരാമയോ. അവര് പരന്തവ, അതായത് ശത്രുക്കൾക്ക് സന്താപം സൃഷ്ടിക്കുന്നവനെ എന്ന് പരീക്ഷത്തിനെ വിളിക്കുകയാണ്. തേ യഥ അവരെന്തുണ്ടായി, ഓം ഇതി ഓ ശരി എന്ന് പറഞ്ഞില്ല, ന പ്രോച്ചു. പിന്നെയോ തരുന്നും പറഞ്ഞില്ല, തരില്ല. ഇരിക്ക തരില്ല എന്നും ന പ്രോച്ചു പറയാതിരുന്നു. അപ്പോൾ നിരാശരായിത്തീർന്ന ഗോപന്മാർ കൃഷ്ണരാമയോ പ്രത്യേക തഥാ ഊജു, രാമകൃഷ്ണന്മാരെ സമീപത്തേക്ക് വന്നിട്ട് അതേപടി ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. തതുപാകർണ്യ ഭഗവാൻ പ്രഹസ്യ ജഗദീശ്വര വ്യാജഹാര പുനർഗോപൻ ദർശയം ലൗകികീം ഗതിം. ജഗദീശ്വര ഭഗവാൻ, ലോകനാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തൽ ഉപാകർണ്യ പ്രഹസ്യ, അത് കേട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് ലൗകികീം ഗതി, ഈ ലോകരുടെ രീതിയെ ദർശകൻ കാണിപ്പാൻ എന്ന വണ്ണം ഗോപാൻ പുന വ്യാജഹാര, ആ ഗോപന്മാരോട് വീണ്ടും പറഞ്ഞു. എന്താണ്? മാം ജ്ഞാപയത പത്നിഭ്യ സംഘർഷണമാഗതം ദാസ്യന്തി കാമമന്നം സ്നിഗ്ധം സ്നിഗ്ധ മല്യുഷിതാധിയ. മാം സംഘർഷണം ആഗതം. നിങ്ങളൊരു കാര്യം ഒക്കെ ചെയ്യൂ. അതെ, ബ്രാഹ്മണരോടല്ല ചെന്ന് പറയേണ്ടത്, അവരുടെ പത്നിഭ്യ, ബ്രാഹ്മണ പത്നിമാരോട് ചെന്നിട്ട് ജ്ഞാപയത, അറിവ് കൊടുത്താലും. എന്ത്? മാം സംഘർഷണം ആഗതം, ഞാൻ ഏട്ടനായിട്ട് ബലരാമനോട് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അവരോട് പറയൂ. അവർ മയി സ്നിഗ്ധ, അവർ എന്നിൽ സ്നേഹമുള്ളവരാണ്. ദിയാ ഉഹിത, മനസ്സുകൊണ്ട് എന്നിൽ തന്നെ വസിക്കുന്നവരുമായ, എപ്പോഴും എന്നിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾക്ക് കാമം അന്നം ദാസ്യന്തി, അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം തരുന്നതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഗത്വാധ പത്നീശാലായം ദൃഷ്ട്വാസീനാസ്വലങ്കൃതാ നത്വാ ദ്വിജസതീർഗോപ പ്രശ്രിത ഇതമബ്രുവൻ. അപ്പോൾ അഥ ഗോവാ ഈ ഗോപന്മാർ പോയിട്ട് സ്വലങ്കൃത പത്നീശാലായാം ആസീന, നന്നായി വേഷാലങ്കാരങ്ങളൊക്കെ ചെയ്ത് പത്നീശാലയിൽ ഇരിക്കുന്ന ദ്വിജസതി ബ്രാഹ്മണ പത്നിമാരെ ദൃഷ്ട്വാ നത്വ, വേഗം ചെന്ന് അവരെ കണ്ട് അവരുടെ മുമ്പിൽ നമസ്കരിച്ചിട്ട് പ്രശ്രിത വിനയസമേതം ഇപ്രകാരം അവരോട് പറഞ്ഞു. നമോവോ വിപ്രപത്നിഭ്യോ നിബോധവചംസിന ഇതോ വിദൂരേ ചരത കൃഷ്ണേനേഷിതാവയം. വിപ്രപത്നിഭ്യ നമ, അല്ലയോ വിപ്രപത്നികളായ ഭവതികൾക്ക് നമസ്കാരം. ന വചാംസി നിബോധത, ഞങ്ങളുടെ വാക്കുകൾ കേട്ടുകൊണ്ടാലും. ഇത അവിദൂരെ, ഇവിടുന്ന് അധികം ദൂരത്തല്ലാതെ ചരത സഞ്ചരിക്കുന്ന കൃഷ്ണേന വയം ഇഹ ഈഷിത, സഞ്ചരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനാൽ ഞങ്ങൾ ഇവിടേക്ക് പറഞ്ഞയക്കപ്പെട്ടവരാണ്. എന്തിനാണ്? ഗാശ്ചാരയൻ സഗോപാലൈ സരാമോ ദൂരമാഗത ബുഭുക്ഷിതസ്യ തസ്യാന്നം സാനുഗസ്യ പ്രതീയതം. ബലരാമസമേതനായിട്ടുള്ള അദ്ദേഹം ഗോപാലൈ ഗാചാരയൻ, ഗോപന്മാരോടൊപ്പം പശുക്കളെ മേച്ചും കൊണ്ട് ദൂരം ആഗത, വളരെ ദൂരസ്ഥലത്തേക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. ബുഭുക്ഷിതസ്യ സാനുഗസ്യ തസ്യ, വിശന്ന് വലയുന്ന തങ്ങളുടെ ചങ്ങാതിമാരോട് കൂടിയ അദ്ദേഹത്തിന് അന്നം പ്രതീയതം, ആഹാരം ദാനം ചെയ്യപ്പെട്ടാൽ എന്നാണ് അവരുടെ ഗോപന്മാരോട് പ്രാർത്ഥിച്ചത് ഈ ഗോപന്മാരെ. ശ്രുത്വാച്യുതമുപായന്തം നിത്യം തദ്ദർശനോത്സുക തത്കഥാക്ഷിപ്ത മനസോ ബഭൂവുർജാതസംഭ്രമ. അവരെങ്ങനെയിരുന്നു? കഥാക്ഷിപ്ത മനസ്സ്, അനവധി കാലമായിട്ട് ഭഗവാന്റെ കഥകൾ അങ്ങനെ കേട്ടിട്ട് മനസ്സുകൊണ്ട് ആ ഭഗവാനാൽ ആകർഷിക്കപ്പെട്ടവരായിരുന്നു അവര്. നിത്യം തദ്ദർശനോത്സുക, എപ്പോഴും ആ ഭഗവാനത്തിന് നേരിൽ കാണാൻ വെമ്പിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു അവര് ഇങ്ങനെ അച്യുതം ഉപായാന്തം ശ്രുത്വ, ഭഗവാൻ ഇവിടെ അടുത്തെത്തിയെന്നാണ് കേട്ടിട്ട് സംഭ്രമഭരിതരായി തീർന്നു. ചതുർവിധം ബഹുഗുണം അന്നമാദായ ഭാജനൈ അഭിശശ്രുപ്രിയം സർവാ സമുദ്രമിവ നിമ്നഗ നിഷിദ്യമാനാപതിഭിർ ഭ്രാതൃഭിഃ ബന്ധുഭിഃ സുതൈ ഭഗവത്യുത്തമ ശ്ലോകേ ദീർഘശ്രുതദാസയ. അവര് എങ്ങനെയാണ്
ഭഗവതി ഉത്തമ ശ്ലോകേ ദീർഘശ്രുത ധൃതാശയാ, അനവധി കാലമായിട്ട് ഉത്തമ ശ്ലോകനായിട്ടുള്ള ആ ഭഗവാൻകൽ എങ്ങനെയാണ് ദീർഘശ്രുത ധൃത, വളരെ കാലമായി അവിടുത്തെ കീർത്തികൾ അങ്ങനെ കേട്ടിട്ട് തങ്ങളുടെ ഹൃദയം ഭഗവാനെ അർപ്പിച്ചുള്ള സർവ ആ എല്ലാ വിപ്രപത്നിമാരും നിമ്നക സമുദ്രം ഇവ, നദികൾ സമുദ്രത്തിലേക്ക് എന്ന പോലെ പ്രിയം അഭിശസ്രു, തങ്ങളുടെ പ്രിയനായിട്ടുള്ള ഭഗവാനെ കാണാൻ വേണ്ടി ഓടി സമീപിച്ചു എന്ന് പറയുകയാണ്. എങ്ങനെയാണ് അവർ വന്നത്? ചതുർവിധം ബഹുഗുണം അന്നം ഭാജനൈ ആദായ, ചതുർവിധ വിഭവങ്ങളോട് കൂടിയിട്ടുള്ള നല്ല ഗുണമുള്ളതായ ശ്രേഷ്ഠമായിട്ടുള്ള ആഹാരത്തെ വെവ്വേറെ പാത്രങ്ങളിൽ അങ്ങനെ എടുത്തിട്ടാണ് അവർ ഓടിപ്പോയത് എന്ന് മാത്രമോ, എന്താണ് ഈ നദികൾ ഒഴുകും, നദീ തടസ്സങ്ങളൊക്കെ തെറ്റില്ല, അതുമാതിരി പതിഭി ഭ്രാതൃഭി ബന്ധുഭി സുതൈ നിഷിദ്ധ്യമാന അഭി, അതായത് അവരുണ്ടല്ലോ ഭർത്താക്കന്മാര്, സഹോദരന്മാര്, ബന്ധുക്കള്, മക്കള് എല്ലാവരും തടഞ്ഞ് വിലക്കപ്പെട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിൽ കൂടി അതിനെയൊക്കെ തട്ടി നീക്കി തങ്ങളുടെ പ്രിയനായിട്ടുള്ള ഭഗവാനെ കാണാൻ വേണ്ടി ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഓടി വന്നു എന്ന് പറയുകയാണ്. യമുനോപവനേ അശോക നവപല്ലവമണ്ഡിരേ വിചരന്തം മൃതം ഗോവൈർ സാഗ്രജം ദധൃശു സ്ത്രീയാ. എന്നിട്ടോ അവരങ്ങനെ ഭഗവാനെ കണ്ടു. എങ്ങനെയാണ്? യമുനോപവനെ അശോക നവപല്ലവ മണ്ഡിരെ, ആ യമുനാനദിയുടെ ഉപവനത്തിൽ അശോകവൃക്ഷങ്ങളുടെ ഇളം തളിരുകളാൽ അങ്ങനെ അലങ്കൃതമായിരിക്കുന്നിടത്ത് ഗോപന്മാരാൽ ചുറ്റപ്പെട്ട് സാഗ്രജം ജ്യേഷ്ഠനോടുകൂടി വിചരന്തം അങ്ങനെയാണ് സഞ്ചരിക്കുന്ന കൃഷ്ണനെ സ്ത്രീയ ദൃശു ആ വിപ്രപത്നിമാർ കണ്ടു. ഇവിടെ ചതുർവിധം എന്നുള്ള ഭക്ഷണം എന്ന് പറഞ്ഞില്ല, അതെന്താ വെച്ചാൽ ഭക്ഷ്യ ഭോജ്യ ലേഹ്യ ചോഷ്യഭേദൈ ചതുർവിധം എന്നാണ് ശ്രീധരീയത്തിൽ വ്യാഖ്യാനം പറയണത്. എന്നിട്ടോ ഭഗവാന്റെ രൂപം എങ്ങനെയായിരുന്നു? ശ്യാമം ഹിരണ്യപരിധിം വനമല്യപരിഹദാതു പ്രവാള നടവേഷമനുപ്രവാംസേ വിന്യസ്തഹസ്തമിതരേണ ദുനാനമബ്ജം കർണോൽപലാളക കപോലമുഖാബ്ജഹാസം. ആ ശ്രീ സുബ്രഹ്മർഷി ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം എപ്പോൾ തരം കിട്ടുമ്പോഴൊക്കെ വിസ്തരിച്ച് അങ്ങനെ വർണ്ണിക്കും. നമുക്കും അതങ്ങനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്? ശ്യാമം നല്ല നീല നിറത്തിൽ ഹിരണ്യപരിധി എന്ന് പറഞ്ഞ സ്വർണ്ണാഭയുള്ള ആ പീതാംബരം അങ്ങനെ ധരിച്ചിട്ടുണ്ട്. വനമാല്യ ബരിഹധാതു പ്രവാള നടവേഷം, വനമാല മയിൽപ്പീലി മനയോല ചെന്തളിൽ ഇങ്ങനെ കണിഞ്ഞുകൊണ്ട് ഒരു നടൻ്റെ വേഷമണിഞ്ഞവനാണ് അദ്ദേഹം. ഇന്ന് മാത്രമല്ല അനുവ്രതാംസേ വിന്യസ്തഹസ്തം, തൻ്റെ ഒരു കൈ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കൂട്ടുകാരൻ്റെ തോളത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ടോ ഇതരേണ മറ്റേ കൈയിനാൽ അഭുജം ഒരു താമരപ്പൂവ് അങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ ദുനാനം ചുഴറ്റിക്കൊണ്ടിരിക്കുന്നവനാണ്. പിന്നെയോ കർണ ഉത്പല അളക കപോല മുഖ അബ്ജഹാസം, അത് കാതുകളിൽ അങ്ങനെ കരിങ്കൂവള പൂക്കൾ തൂക്കിയിട്ടുണ്ട്. കവിൾത്തടങ്ങളെയാണ് കുറുതിരകളെ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനോഹരത്തായിട്ടുള്ള മുഖത്തിലെ ഒരു ചെറിയൊരു പുഞ്ചിരിയും കൂടിയുള്ള ആ ഭഗവാനെ അവരങ്ങനെ ദർശിച്ചു. പ്രിയ പ്രായശ്രുത പ്രിയതമോദയകർണപൂരൈ യസ്മിൻ നിമഗ്ന മനസ തമദാക്ഷിരന്ത്രൈ അന്തഃപ്രവേശ സുഖിരം പരിരഭ്യതാപം പ്രാജ്ഞം യഥാഭിമതയോ വിലഹുന്നരേന്ദ്ര. ഹേ നരേന്ദ്ര, പരീക്ഷിത് രാജാവേ, പ്രായ ശ്രുത പ്രിയതമ ഉദയകർണ, അനവധി കാലമായിട്ട് കേൾക്കപ്പെട്ടുള്ള തങ്ങളുടെ പ്രിയതമനായവൻ്റെ ആ മാഹാത്മ്യമേകുന്ന ആ കർണാഭരണങ്ങളാൽ യസ്മിൻ നിമഗ്ന മനസ്സ, കേട്ടിട്ട് അവരുടെ ആരിൽ ഭഗവാനിലെ അവരുടെ മനസ്സങ്ങനെ മുഴുകിപ്പോയിട്ടുള്ള അവര് അനന്തരം തം അക്ഷിരന്ത്രൈ, ഭഗവാൻ അങ്ങനെയുള്ള ആ ഭഗവാൻ കേട്ടിട്ട് കാതിൽ കൂടെ ഭഗവാന്റെ ഇത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തങ്ങളുടെ നേത്രദ്വാരങ്ങളിലൂടെ ഉള്ളിൽ പ്രവേശിപ്പിച്ച് സുചിരം പരിരഭ്യ, ഹൃദയത്തിൽ വെച്ച് വളരെ നേരം ഗാഠ ആലിംഗനം ചെയ്ത് അഭിമതയാ അഭിമാനങ്ങള് പ്രാജ്ഞാവസ്ഥയിലെ പോലെ ആയിട്ട് താപം വിജഹു, മനസ്താപത്തെ മുഴുവൻ അങ്ങോട്ട് ഇല്ലാണ്ടേക്കി എന്ന് പറയുകയാണ്. അതായത് ജാഗ്രത അവസ്ഥയിൽ നിന്ന് സുഖനിദ്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഭിമാനം എന്നുള്ളത് ഇല്ലാണ്ട് ഇതില്ല, ഒന്നും അറിയാത്ത മാതിരിയല്ലേ. അങ്ങനെയുള്ള പരമാനന്ദം അവർ ആ ഭഗവാനെ കണ്ടിട്ട് അങ്ങനെ അനുഭവിച്ചു എന്ന് പറയുകയാണ്. ആദ്യം ഭഗവാന്റെ കീർത്തികൾ അവർക്ക് ചെവിയിൽ കേട്ട കർണ ആഭരണങ്ങളായിരുന്നു. ഇപ്പം എങ്ങനെയാണ് ആ മനോഹരമായിട്ടുള്ള കുണ്ടലങ്ങളോട് കൂടിയുള്ള ഭഗവാന്റെ രൂപം ഇപ്പോൾ അവർക്ക് ദർശനം കിട്ടി. അപ്പോൾ ആ നേത്രദ്വാരത്ത് കൂടി അത് ഹൃദയത്തിൽ അങ്ങനെ പ്രവേശിച്ച് മനസ്സുകൊണ്ട് ഗാഠ ആലിംഗനം ചെയ്ത ആ നിർവൃതിയിൽ
അവർക്ക് ആ ജാഗ്രത അവസ്ഥയിലെ ശരീരാഭിമാനം, അതുമാതിരി പ്രാരബ്ധങ്ങളൊക്കെയുള്ള ദുഃഖം, ഇതെല്ലാം അസ്തമിച്ചവരായിട്ട് സുഖനിദ്രയിലെ അതുമാതിരി പരമാനന്ദം അവർ അനുഭവിച്ചു. അതായത് ആ ബ്രഹ്മ അനുഭൂതി തന്നെ അവർക്ക് ആ സമയത്ത് കിട്ടിയെന്ന് പറയാം. താസ്തഥാ ത്യക്ത സർവാശ പ്രാപ്ത ആത്മതിദൃക്ഷയാ വിജ്ഞായ അഖില ദൃഗ്ദ്രഷ്ട പ്രാഹ പ്രഹസിതാനന ത്യക്ത സർവാശാത്ത ആ തങ്ങളുടേതായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ത്യജിച്ചിട്ടുള്ള അവര് തന്നെ കാണാനുള്ള ഇച്ഛയാൽ മാത്രം തഥാപ്രാപ്ത അവിടെ വന്നവരാണെന്ന് വിജ്ഞായ മനസ്സിലാക്കിയിട്ട് അഖില ദൃഗ്ദ്രഷ്ട സർവരുടെയും ബുദ്ധിക്ക് സാക്ഷിയായി വർത്തിക്കുന്ന ഭഗവാൻ പ്രഹസിതാനനാണെന്നൊരു പുഞ്ചിരി തൂകുന്ന മുഖത്തോടു കൂടിയിട്ടായിട്ട് അവരോട് പറഞ്ഞു, സ്വാഗതം വോ മഹാഭാഗ ആസ്യതം കരവാമകിം എന്നോതിദൃക്ഷയാ പ്രാപ്ത ഉപപന്നമിതം ശിവ. ഹേ മഹാഭാഗ, അല്ലയോ മഹാഭാഗ്യവതികളെ, സ്വാഗതം, ഭവതികൾക്ക് സ്വാഗതം. ആസ്യതാം, ഇരുന്നു കൊണ്ടാലും, കിം കരവാമ, ഞങ്ങൾ ഭവതികൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? നദിദൃക്ഷയാ പ്രാപ്ത യൽ ഇതം, ഞങ്ങളെ കാണാനുള്ള ആഗ്രഹത്താലാണ് ഇവിടേക്ക് ഓടി വന്നത് എന്നുള്ളത് ഭവതികൾക്ക് വളരെ ഉചിതമായത് തന്നെ. ഉപപന്നം, ഉചിതമായത് തന്നെ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നന്വദ്ധാമയി കുർവന്തി കുശലാസ്വാർത്ഥദർശന അഹൈരുക്യവ്യവഹിതം ഭക്തിമാത്മപ്രിയേ യഥാ. സ്വാർത്ഥദർശന, തനിക്ക് ആവശ്യമായ പുരുഷാർത്ഥം എന്തെന്ന് കണ്ടറിഞ്ഞവരായ കുശല വിവേകികൾ, ആത്മപ്രിയേ മയി, എല്ലാവരുടെയും ആത്മാവിൽ ഏറ്റവും പ്രിയനായിട്ടുള്ള എന്നിൽ, അഹൈതുക്യ അവ്യവഹിതാം ഭക്തിം, ഫലാപേക്ഷ തീരെ ഇല്ലാത്തതും ഒരിക്കലും കോട്ടം തട്ടാത്തതുമായിട്ടുള്ള ഭക്തിയെ യഥാ അർത്ഥ വേണ്ട പോലെ പ്രത്യക്ഷമായിട്ട് തന്നെ കുർവന്തി നനു ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ് യഥാർത്ഥ ഭക്തന്മാരെ. അവരിൽപ്പെട്ടാരാണ് ഭവതികളും. പ്രാണബുദ്ധി മനസ്വാത്മധാരാപത്യധനാദയ യൽ സമ്പർക്കാൽ പ്രിയാ ആസം തഥ കോഞ്ഞു അപരപ്രിയ. ഈ നമുക്ക് നമ്മുടെ ജീവൻ, അതായത് പ്രാണൻ, ബുദ്ധി, മനസ്സ്, ബന്ധുക്കളെ, ശരീരം, ആ ഭാര്യ, സന്താനം, ധനം, ഇതെല്ലാം ആ യാതൊന്നിനോടുള്ള ബന്ധം കൊണ്ട് മാത്രം പ്രിയമുള്ളവയായി തീർന്നിരുന്നുവോ അല്ലെങ്കിൽ ഭവിച്ചിരുന്നുവോ തഥാ അവയേക്കാൾ ഉപരി അവരക്കന്നു മറ്റെന്താണ് പ്രിയപ്പെട്ടതാക്കുക എന്ന് ചോദിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് എല്ലാവർക്കും നമ്മുടെ വസ്തുക്കളോട് എന്താ പ്രിയം? അത് നമ്മളുടെ ആയതുകൊണ്ട്. ആ നമ്മളാരാണ്? ആത്മാവ്. ആ ആത്മാവ് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതാണ് ഭഗവാൻ, നിങ്ങളുടെയൊക്കെ അന്തരാത്മാവായിട്ടിരിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്നോടുണ്ടായുള്ള ഭക്തി അത് വളരെ നന്നായിട്ടുള്ളതെന്ന് പറയുകയാണ്. അത് ശരിയായിട്ടുള്ള രീതിയിലാണെന്ന് പറയുകയാണ് ഭഗവാൻ. തദ്യാത ദേവയജനം പതയോവോ ദ്വിജാതയ സ്വസത്രം പാരയിഷ്യന്തി ദുഷ്മാഭിർഗൃഹമേദിന. അതെനിക്ക് മനസ്സിലായി. എങ്കിൽ കൂടിയിട്ട് നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാൽ ദേവയജനം യാത, അവ യാഗശാലയിലേക്ക് തിരിച്ചു പോകുവിൻ. കാരണം അവിടെ ഗൃഹമേദിന ദ്വിജാതയ, ഗൃഹസ്ഥാശ്രമികളും ബ്രാഹ്മണരുമായ വപ്പതയ, ഭവതികളുടെ ഭർത്താക്കന്മാർ, യുഷ്മാഭി, ഭവതികളോടുകൂടെ സ്വസത്രം, തങ്ങൾ ആരംഭിച്ച സത്രം പാരയിഷ്യന്തി, പൂർത്തീകരിക്കും. ആ സത്രത്തിൻ്റെ പൂർത്തീകരണത്തിന് ഭവതിമാരുടെ സാന്നിധ്യം അവിടെ ആവശ്യമുണ്ട്. കാരണം ആ ധർമ്മം, സ്വധർമ്മം നിലനിർത്താന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഭവതിമാരെ അവിടേക്ക് പോവന്നെ വേണമെന്ന് പറയുകയാണ്. പത്നൗചു നൈവം വിഭൂർഹതി ഭവാൻ ഗതിതും നൃശംസം സത്യം കുരുഷ്വ നിഗമം തവ പാദമൂലം പ്രാപ്താവയം തുളസിരാമപദാവസൃഷ്ടം കേശൈർ വിവോടുമതിലംഘ്യ സമസ്ത ബന്ധൂൻ. ഇത് കേട്ടപ്പോൾ ആ വിപ്രവൃത്തിമാർക്ക് വലിയ വിഷമായി. അവരെല്ലാം ത്യജിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർ പറയാണ്, ഏ വിഭോ, മഹാപ്രഭുവായിട്ടുള്ള ഭഗവാനേ, ഭവാൻ ഏവം നൃശംസം, ഇത്ര ക്രൂരമായത് ഗതിതും പറയുവാൻ മാ അർഹതി, ഒരിക്കലും അരുതാത്തതാണ് പറയാണ്. കാരണം സമസ്ത ബന്ധൂൻ അതിലംഘ്യ, ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും അതിലംഘിച്ച് തട്ടി മാറ്റി, അവരുടെ തടസ്സങ്ങളെയൊക്കെ തട്ടി മാറ്റിയിട്ടാണ് പദാ അവസൃഷ്ടം, അങ്ങയുടെ ശ്രീപാദത്താൽ ചവിട്ടിത്തള്ളപ്പെട്ട തുളസീമാലയെ കേശൈനിവോടും ആ മുടികളാൽ ധരിക്കുന്നതിന് വേണ്ടി വയം തവ പാദമൂലം, അങ്ങയുടെ പാദമൂലത്തെ പ്രാപ്ത ആശ്രയിച്ചവരാണ്. നിഗമം സത്യം കുരുഷ, ആ വേദതത്വത്തെ അങ്ങ് സത്യമാക്കി തീർത്താലും
അതായത് എന്താണ് നസ പുനരാവർത്തത എന്ന ശ്രുതിവാക്യാണ് ഇവിടെ ശ്രീധരി ഉദ്ദേശിക്കുന്നത്. അതായത് ഭഗവാനെ ആശ്രയിച്ച ഒരാൾക്ക് പിന്നീട് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പം ആ വാക്കിന് സത്യമാക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. അതാണ് വേദം വാക്യം അതിനെ സത്യമാക്കാൻ വേണ്ടി അതെന്താണ് ഞങ്ങളിപ്പോൾ അങ്ങയെ ആശ്രയിച്ച് വന്നു, ഞങ്ങളെ ഇനി കൈവിടരുത്, ഞങ്ങളിവിടെ അങ്ങ് സ്വീകരിക്കണേ എന്നാണ് വിപ്രോക്തിമാർ പറഞ്ഞതിൻ്റെ ആ പൊരുള്. ഗൃണ്ണന്തി നോ നപതയ പിതരൗ സുതാവ ന ഭ്രാതൃബന്ധു സുഹൃത കുത ഏവ ചന്യേ തസ്മാൽ ഭവൽ പ്രപദയോ പതിതാത്മനാം നോ നാന്യാഭവേൽ ഗതി അരിന്ദമതദ്വിദേഹി. ഹേ അരിന്ദമാലയോ, ശത്രുക്കളെ മുഴുവൻ കീഴടക്കുന്നവനെ, പതയ പിതരൗ സുതാവ ഭർത്താക്കന്മാരോ അച്ഛനമ്മമാരോ മക്കളോ ഒന്നും തന്നെ ന ഗൃണ്ണന്തി ഞങ്ങളെ സ്വീകരിക്കുകയില്ല. ഭ്രാതൃബന്ധു സുഹൃത ച ബന്ധുക്കളും സഹോദരങ്ങളും മറ്റ് വേണ്ടപ്പെട്ടവരുണ്ടല്ലോ അവരും ഒന്നും ഞങ്ങളെ സ്വീകരിക്കില്ല. അന്യേച കുതയേവ, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? തസ്മാൽ അതുകൊണ്ട് ഭവൽ പ്രപദയോ അങ്ങയുടെ ശ്രീപാദങ്ങൾക്ക് മുന്നിൽ പതിതാത്മന വീണുകിടക്കുന്ന ആത്മാവോടുകൂടിയ ഞങ്ങൾക്ക് അന്യാഗതി മറ്റൊരു ഗതിയും ഭവേൽ ഉണ്ടാവുകയില്ല. അതിനാൽ വിദേഹി അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ എന്നാണ് അവർ വളരെ വിഷമത്തോടുകൂടി പറയണത്. ശ്രീ ഭഗവാനുവാച പതയോ നാഭ്യസൂയേരൻ പിതൃഭ്രാതൃ സുതാദയ ലോകാശ്ചവോ മയോ വേദ ദേവ അപ്യനുമന്വതേ ന പ്രീതയേനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ തന്മനോ മയ്യുഞ്ജാന ആചിരന്മാമവാപ്സ്യതാം. അപ്പോൾ ഭഗവാൻ എന്താണ് മറുപടി പറഞ്ഞത് നോക്കൂ, അവരെ സമാധാനം നോക്കൂ. ഞാനേ നിങ്ങളെ എൻ്റെ ഭക്തകളായിട്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞില്ലേ, അങ്ങനെയുള്ള ഭവതികളുടെ ഭർത്താക്കന്മാരോ അതുമാതിരി സഹോദരന്മാരോ പുത്രാദികളോ എന്ന് മാത്രമല്ല ഈ ലോകത്തിലെ മറ്റാരും ഭവതികളെ തീരെ അപരാധികളായിട്ട് കാണില്ല. കാരണം ദേവന്മാർ പോലും എന്നോടുള്ള ആശ്രയം ആരെങ്കിലും ചെയ്യേണ്ട അതിനെ അനുമോദിക്കുകയാണ് ചെയ്യുക. നിങ്ങളുടെ എന്നിലുള്ള ദാസഭാവം കാക്ഷിച്ച് വന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോടുള്ള അംഗസംഘം മാത്രമേ പ്രീതിക്ക് ഉതകുള്ളൂ എന്ന് നിങ്ങൾ ധരിക്കരുത് എന്ന് പറയുകയാണ്. കാരണം എൻ്റെ മനസ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കൂ. അപ്രകാരമായാൽ അധികം വൈകാതെ നിങ്ങൾക്ക് എന്നെ പ്രാപിക്കാൻ കഴിയും. എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അംഗസംഘത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം. മനസ്സിലാണ് എന്നെ ഉറപ്പിക്കേണ്ടത്. ശ്രീ ശുഭവാച ഇത്യുക്താദ്വിജപത്ന്യസ്ത യജ്ഞമാടം പുനർഗത തേജാനസൂയവ സ്വാഭി ശ്രീവിസ്ത്രമവാരയൻ തത്രൈകാഭിധൃതാ ഭർത്ര ഭഗവന്തം യഥാശ്രുതം ഹൃദോപഗുഹ്യ വിജഹൗ ഏഹം കർമാനുബന്ധനം ഭഗവാനപി ഗോവിന്ദ തേനൈവാന്യേന ഗോപകൻ ചതുർവിധേന ആശയിത്വാ സ്വയം ച പൂജേ പ്രഭു ഏവം ലീലാനരവഭു ലോകമനുശീലയൻ രേമേ ഗോഗോപഗോപീനം രമയൻ രൂപവാകൃതൈ. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ഇപ്രകാരം ആ ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ടവരായ ആ ബ്രാഹ്മണ സ്ത്രീകൾ ആ ഭഗവാന്റെ അനുവാദത്തോടുകൂടി യജ്ഞശാലയ്ക്ക് തന്നെ മടങ്ങിപ്പോയി. അവർ യാതൊരു അപ്രിയവും തോന്നാത്തവരായിട്ടുള്ള ഭർത്താക്കന്മാർ അവരവരുടെ പത്നിമാരോടുകൂടി ആ സത്രമൊക്കെ അവസാനിപ്പിച്ചു. അവിടെ ഒരുവളുണ്ടല്ലോ ഈ ഭർത്താവിനാൽ തടയപ്പെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ വാതിലടച്ച് പൂട്ടിയതിന് ശേഷം അവൾക്ക് ഓടിപ്പോരാൻ പറ്റിയില്ല. അവൾ തീവ്രമായ ധ്യാനശക്തി കൊണ്ട് തത്രൈക വിധൃതാ ഭർത്ര ഭഗവന്തം ആ ഭഗവാന്റെ കഥകൾ അതിനെ കേട്ട് യഥാശ്രുത്വ ഹൃദോപഗുഹ്യ വിജഹൗ ആ ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വിജഹൗ ദേഹം കർമാനുബന്ധനം ആ ഭാവത്തിൽ ഭഗവാനെ ഉറപ്പിച്ചിട്ട് കർമ്മത്തിന് അധീനമായിട്ടുള്ള തൻ്റെ ശരീരത്തെ വെടിഞ്ഞ് ഭഗവാന്റെ സായുജ്യം പ്രാപിച്ചു. ആ വിപ്രപത്നിമാർ പോയതിനു ശേഷം ഭഗവാനോ എന്ത് ചെയ്തു, ആ ചതുർവിധ വിഭവങ്ങളോടുകൂടി ആ ഭക്ഷണം ഗോപന്മാരെ കൊണ്ടൊക്കെ ഭക്ഷിപ്പിച്ചിട്ട് അവശേഷിച്ചത് താനും ഭുജിച്ചു. ഇപ്രകാരം ഒരു ലീലാവതാരമായി ലീലായിട്ട് മനുഷ്യരൂപം സ്വീകരിച്ചുള്ള ഭഗവാൻ സാധാരണ ജനങ്ങളെ അനുകരിച്ചുകൊണ്ട് തൻ്റെ സ്വരൂപം, വാക്ക്, പ്രവൃത്തി ഇതുകളെ കൊണ്ട് പശുക്കളെയും ഗോപന്മാരെയും ഗോപികമാരെയൊക്കെ രമിച്ചുകൊണ്ട് അങ്ങനെ അവർ രമിപ്പിച്ചുകൊണ്ട് സ്വയം രമിച്ചു എന്ന് പറയുകയാണ്. അഥാനുസ്മൃത്യ വിപ്രാസ്തേ
അന്വതപ്യൻ കൃതാഗസ യൽ വിശ്വേശ്വരയോർ യാജ്ഞാ മഹന്മ നിർവിടംബയോ ദൃഷ്ട്വാ സ്ത്രീണാം ഭഗവതി കൃഷ്ണേ ഭക്തിം അലൗകികീം ആത്മാനം ച തയാഹീനം അനുതപ്താഭ്യഗർഹയൻ. അപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ എന്തായത്, ഈ ബ്രാഹ്മണര് അവര് ആ സർവേശ്വരന്മാരുടെ ആ ഒരു അപേക്ഷ, നിസ്സാരമായിട്ടുള്ള അപേക്ഷ, അതും വിശപ്പടക്കാൻ കുറച്ച് ആഹാരം വേണമെന്ന് പറഞ്ഞു വന്നത്, അതിനെ തിരസ്കരിച്ചത് വലിയ പാപമായി പോയി എന്ന് ആ ബ്രാഹ്മണർക്ക് മനസ്സിലായിട്ട് അവർ വലിയ പശ്ചാത്താപ വിവശരായിട്ട് ആത്മപരിശോധന ചെയ്തു എന്നാണ് പറയേണ്ടത്. എന്നിട്ടോ ഇത് മാത്രമല്ല, ആ സാക്ഷാൽ ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണനിൽ തങ്ങളുടെ പത്നിമാരായിട്ടുള്ള ആ സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ആ ഭക്തി വൈഭവം ഉണ്ടല്ലോ, അതും ഭക്തി അലൗകികയും അതും അവർക്ക് മനസ്സിലാക്കി. എന്നിട്ടോ തങ്ങൾക്കത് ഉണ്ടാകാതെ പോയതിൽ സ്വയം പരിതപിക്കുകയും ചെയ്തു. അവരെന്നിട്ട് സ്വയം നിന്ദിച്ചു. എങ്ങനെ? ദിഗ്ജന്മ നസ്ത്രിവൃദ്ധ്യാം ദിഗ്വ്രതം ദിഗ്ബഹുജ്ഞതാം ദിക്കുലം ദിക്രിയാദാക്ഷ്യം വിമുഖാ ഏവോ തേ വയം തു. യാതൊരു നമ്മളാകട്ടെ, അവർ പറയാണ് അധോക്ഷജേ അവിമുഖ, അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിട്ടുള്ള ആ ഭഗവാനിൽ വിമുഖരാണോ? ആ നമ്മുടെ ഈ ത്രിവൃത് ജന്മ, ഈ 3 പ്രകാരത്തിലുള്ള ജന്മത്തെയും വിദ്യാം അഭ്യസിച്ച വിദ്യയെയും പഴിക്കേണ്ടിയിരിക്കുന്നു പറയാണ്. കാരണം ഈ വ്രതാനിഷ്ടവും പഴിക്കേണ്ടത് തന്നെ. ആ വലിയ ധാരാളം അറിവുണ്ടെന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ, അതിനെയും നിന്ദിക്കന്നെ വേണം. കുലമാഹാത്മ്യം തോന്നുന്നുണ്ടെങ്കിൽ അതിനെയും നിന്ദിക്കന്നെ വേണം. ആ വലിയ കർമാനുഷ്ഠാനങ്ങൾക്ക് കേവന്മാരാണെന്നുള്ള ഭാവം അതും ഭാവിലായി എന്ന് പറയുകയാണ്. എന്താ ഈ 3 പ്രകാരത്തിലാണ്, അതായത് എങ്ങനെയാണ് 3 ജന്മങ്ങളിൽ നമുക്ക് ആദ്യമായിട്ട് പ്രസവത്തിലൂടെ ജനിച്ചുള്ള അതാണ് ആദ്യത്തെ ജന്മം. പിന്നെ ഉപനയനം ചെയ്യുമ്പോൾ 2ാമത്തെ ജന്മം ദ്വിജനാവും. പിന്നെ യജ്ഞദീക്ഷ, യജ്ഞത്തിന് വേണ്ടി ദീക്ഷ എടുക്കുന്നതാണ്, അതാണ് 3ാമത്തെ ജന്മം. അതുകൊണ്ടാണ് 3 ജന്മങ്ങൾ എന്ന് ഇവിടെ പറയാൻ കാരണം. ത്രിവൃത് ശൗക്ലം സാവിത്രം ദൈക്ഷം ഇത് ത്രിഗുണിതം ജന്മാണ് ശ്രീധരീയത്തില്. നൂനം ഭഗവതോ മായ യോഗിനാമപി മോഹിനി യത്പയം ഗുരവോ നൃണം സ്വാർത്ഥേ മുഹ്യാമഹേ ദ്വിജാ അഹോ പശ്യത നാരീണം അഭികൃഷ്ണേ ജഗദ്ഗുരൗ ദുരന്തഭാവം യോ വിദ്യൻ മൃത്യുപാശൻ ഗൃഹാഭിധാൻ നാസം ദ്വിജാതി സംസ്കാരോ ന വിവാസോ ഗുരാവഭി ന തപോ നാത്മമീമാംസ ന ശൗചം ന ക്രിയാ ശുഭാ അഥാവി ഉത്തമശ്ലോകേ കൃഷ്ണേ യോഗേശ്വരേശ്വരേ ഭക്തിർദൃഢാ ന ചാസ്മാകം സംസ്കാരാദിമതാമപി. എങ്ങനെയാണ് അവർ സ്വയം പഴിക്കുന്നത്? എങ്ങനെയാണ്? നമ്മൾ ബ്രാഹ്മണരിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരാണ്, ദ്വിജന്മാരിൽ ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരാണ്. അതായത് ക്ഷത്രിയ 3 വർണ്ണങ്ങളുണ്ടല്ലോ, ബ്രാഹ്മണര് ക്ഷത്രിയ വൈശ്യ, ഇവരൊക്കെ ദ്വിജന്മാരാണ്. അതിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണരാണ് നമ്മൾ. എന്നിട്ടോ അവരുടെയൊക്കെ ഗുരുക്കന്മാരായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണു? നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ അബദ്ധം കാണിക്കണു. യോഗികൾക്ക് പോലും മോഹത്തെ ജനിപ്പിക്കുന്ന ആ ഭഗവാന്റെ മായയുടെ വൈഭവം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. കാരണം ആ ലോകഗുരു ആയിട്ടുള്ള ഭഗവാനിൽ ഈ സ്ത്രീകൾക്ക് പോലും ഉണ്ടായിട്ടുള്ള ആ ഭക്തിയാതിരേക്ക് നോക്കൂ എന്ന് പറയുകയാണ്. നമുക്കൊരു പാഠമാണ് എന്നാണ് അവർക്ക് തോന്നിയത്. കാരണം അവർ തൽഫലമായിട്ട് ഈ ഗൃഹത്തിലുള്ള ഈ മൃത്യുവാശത്തെ അറുത്ത് കളഞ്ഞു. അത്ഭുതം തന്നെ എന്ന് പറയുന്നത്. അവർക്ക് എല്ലാറ്റിനോടുള്ള ബന്ധം വിട്ടിട്ട് ആ ഭഗവാന് മാത്രം അവർക്ക് ഭക്തി ഉണ്ടായില്ലേ. ഭാഗ്യവതികളാണ് അവർക്ക് ഉപനയനാദി സംസ്കാരങ്ങളൊന്നുമില്ല, ഗുരുകുലവാസം ഉണ്ടായില്ല, തപസ്സില്ല, ആത്മതത്വ വിചാരമൊന്നും ഉണ്ടായില്ല, ശൗചാദി ശുഭകർമ്മങ്ങളൊന്നുമില്ല. എന്നായിട്ട് കൂടിയിട്ട് യോഗേശ്വരന്മാർക്ക് കൂടി ഈശ്വരനും അതുമാതിരി ഉത്തമ ശ്ലോകനുമായിട്ടുള്ള ആ ഭഗവാനിൽ ദൃഢമായിട്ടുള്ള ഭക്തി അവർക്കുണ്ടായി. അതുകൊണ്ട് അത് സംസ്കാരാദികൾക്ക് വിധേയരായിട്ടുള്ള നമുക്കോ അതൊട്ടുണ്ടായതുമില്ല എന്ന് പറഞ്ഞിട്ട് അതാണ് അവരുടെ ആ പശ്ചാത്താപം. ആലോചിക്കുമ്പോൾ എന്താണ് ഈ ശ്രേഷ്ഠ അറിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ തപസ് കൊണ്ടോ ഇതൊന്നുമല്ല. ഭാഗവതത്തിൽ വളരെ ക്ലിയർ പറഞ്ഞിട്ടുണ്ട്. ഭക്തിയെ ഒന്നുകൊണ്ട് മാത്രം ആ ഭഗവാൻ ഭക്തിയാതു തോഷ ഭഗവാൻ അന്ന് പ്രഹ്ലാദം പറയില്ലേ, അത് തന്നെയാണ്. ഭക്തി ഒന്ന് മാത്രമേ വേണ്ടൂ. ആ അനന്യഭാവത്തിൽ ഭഗവാനെ ഭജിക്കുക, അതാണ് വേണ്ടത് എന്നാണ് ഇവിടെ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നത്. നനുസ്വാർത്ഥ വിമൂഢാനാം പ്രമത്താനാം ഗൃഹേഹയാ അഹോ ന സ്മാരയാമാസ ഗോപവാക്യൈ സദാം ഗതി അന്യഥാ പൂർണ്ണകാമസ്യ കൈവല്യാദ്യാശിരാം പരേ
ഈശിരവ്യൈകിമസ്മാഭിർ ഈശസ്യൈതൽ വിഡംബനം. അവർ പറയാണ് എന്ന് മാത്രമല്ല, ആ ഭഗവാൻ തന്നെ, ആ പൂർണ്ണകാമനായിട്ടുള്ള ഭഗവാന് നമ്മളോട് യാചിക്കേണ്ട യാതൊരു ആഗ്രഹമില്ല. പക്ഷെ എന്തിനധികം ചെയ്തു? അത് നമ്മളെ എന്ന് ആ ഗോപന്മാരുടെ വാക്കുകൾ കൂടിയിട്ട് നമ്മളെ എന്ന് സജ്ജനങ്ങളുടെ ആചാരം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. അതും കൂടി നമ്മൾ ചിന്തിച്ച് അന്യാശ്രയം കൂടാനുള്ള ആ ഭഗവാൻ നമുക്ക് പറ്റാത്ത നമുക്ക് അതുകൊണ്ട് എല്ലാം തികഞ്ഞനായിട്ടുള്ള ഭഗവാൻ എന്താ നേടാനുള്ളത്? ആ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിത്വാന്യാൻ ഭജതേയം ശ്രീ പാദസ്പർശാശയാസകൾ ആത്മദോഷാപവർഗേണ തദ്യാജ്ഞാജനമോഹിനി. ഭഗവാന്റെ ആ യാജ്ഞ എന്നുണ്ടല്ലോ, അത് ജനങ്ങളെ മുഴുവൻ മോഹിപ്പിക്കുന്നതാണ്. കാരണം എങ്ങനെയാണ് ഹിത്വ അന്യൻ, മറ്റുള്ള തന്നെ ആശ്രയിച്ച മറ്റുള്ള ഭക്തന്മാരെ, അതുമാതിരി ദേവപ്രവരന്മാരെ എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് സാക്ഷാൽ ലക്ഷ്മി ഭഗവതി പാദസ്പർശ ആശയാസകൾ, ഭഗവാന്റെ പാദസ്പർശം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ കൂടെ കഴിയുന്നു ലക്ഷ്മി ഭഗവതി. അങ്ങനെയുള്ള ഭഗവാന് പിന്നെ മറ്റു വല്ലതും ആഗ്രഹമുണ്ടോ എന്ന് പറയുകയാണ്. ആ ഭഗവാനാണ് നമ്മോട് ആഹാരം ചോദിച്ചത് എന്ന് പറയുകയാണ്. ദേശ കാല പൃഥഗ്ദ്രവ്യം മന്ത്രതന്ത്രയോഗ്നയ ദേവതാ യജമാനശ്ച ക്രതുർധർമ്മശ്ച യന്മയ സ ഏഷ ഭഗവാൻ സാക്ഷാൽ വിഷ്ണുർയോഗേശ്വരേശ്വര ജാതോ യദുഷ്മ ഹ്യഭിമൂഢാന വിദ്മഹേ. ഒരു യജ്ഞത്തിന് വേണ്ട ദേശം, കാലം, ദ്രവ്യം, മന്ത്രം, തന്ത്രം, ഇതിൻ്റെ ഋത്വിക്കുകൾ, അഗ്നികൾ, ദേവത, യജമാനൻ, യജ്ഞം, ഇതെല്ലാം ആരുടെ രൂപഭാവങ്ങളാണോ ആ ഭഗവാൻ യോഗേശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള മഹാവിഷ്ണുവാണ്. അദ്ദേഹം ഈ യാദവകുലത്തിൽ അവതരിച്ചിട്ടുണ്ടാകുന്ന എന്ന് കേട്ടുകേൾവി ഉണ്ടായിട്ട് കൂടിയിട്ട് നമ്മൾ അതിനെ തീരെ ശ്രദ്ധിച്ചില്ല, അതിനെ വിലക്കെടുത്തില്ല എന്ന് പറയുകയാണ്. നമ്മുടെ ഭാഗ്യദോഷം കൊണ്ടാവാം അതിന് കാരണം, ഈ ബുദ്ധി ഇല്ലാഞ്ഞതേ. അഹോ വയം ധന്യതമാ യേഷം നസ്താദൃശീ സ്ത്രീയ ഭക്യായ സമ്മതിർജാത അസ്മാകം നിശ്ചലാഹരോ. എന്നാലോ നമുക്കില്ലാത്ത ഭാഗ്യവും ഈ ഭക്തിയൊക്കെ നമ്മുടെ പത്നിമാർക്കുണ്ടായി. നോക്കൂ, അതും നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് പരിണമിക്കാൻ കാരണം അവർ നമ്മുടെ പത്നിമാരല്ലേ. അത് അത്യന്തം ദൃഢതരാണ് അവരുടെ ഭക്തി എന്ന് പറയുകയാണ്. അളവജ്ഞ എന്ന് പറയുകയാണ്. ആ ഭഗവാനെ നമുക്ക് മാത്രമേ നോക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ അകുണ്ഠമേധസേ യന്മായാ മോഹിതതിയോ ഭ്രമാമ കർമ്മവർമ്മസു സവൈന ആദ്യ പുരുഷ സ്വമായാമോഹിതാത്മനം അവിജ്ഞാതാനുഭാവാനം ഛന്തുമർഹത്യതിക്രമം ഇതി സ്വാഹം അനുസ്മൃത്യ കൃഷ്ണേതേ കൃതഹേളന ദിദൃക്ഷവോപ്യച്യുതയോ ചാചലൻ. ഇങ്ങനെയാണ് അളവറ്റ ജ്ഞാനസ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. നാം എങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ഈ കർമ്മകാണ്ഡത്തിൽ അങ്ങനെ മുഴുകിയിട്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് കരുതി അതിൽ ഭ്രമിച്ചത്. അവിടുത്തെ ആ മായാവിലാസം കൊണ്ട് മാത്രമാണ്. അങ്ങ് ആദ്യ പുരുഷനാണ്. അങ്ങയുടെ ഈ മായാവിലാസത്താൽ മോഹിതരായിട്ട് അങ്ങയുടെ യഥാർത്ഥ മാഹാത്മ്യം ഗ്രഹിക്കാൻ യഥാർത്ഥ അടിയങ്ങളുടെ ഈ അവിവേകം അങ്ങ് പൊറുക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണർ തങ്ങളുടെ അവിവേകത്താൽ ശ്രീകൃഷ്ണനെ അവഹേളിച്ചതായിട്ട് മനസ്സിലാക്കിയിട്ട് വളരെയധികം പശ്ചാത്തപിച്ച് ഭഗവാനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവർക്ക് ഭഗവാനെ കാണണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു വെച്ചാലും കംസാഭീതാചലൻ, അപ്പോഴും അവർക്ക് കംസനെ എന്നിട്ട് അവരവരുടെ സ്ഥാനത്ത് നിന്ന് ഇളകിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വിപ്രപത്നുദ്ധാരണം നാമ ത്രയോവിംശോധ്യായ. വിപ്രപത്നുദ്ധരണം നാമ ത്രയോവിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.